ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കിഡ്നി ക്യാൻസർ ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയും അവ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്നോസിസ് രീതികളെ പറ്റിയുമാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ബ്ലഡ് ഇൻ ദ യൂറിൻ, അതായത് യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നു. രണ്ടാമത്തേത് പെയിൻ ഇൻ ദ സൈഡ് ഓഫ് ദ മിഡ് ബാക്ക്, അതായത് അരയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ രണ്ട് സൈഡിലും കിഡ്നി സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിലും എപ്പോഴും വേദന അനുഭവപ്പെടുന്നു. മൂന്നാമത്തേത് ലംപ് ഇൻ ദ ഏരിയ ഓഫ് ബാക്ക്, നമ്മുടെ പുറകുവശത്തൊക്കെ ചെറിയ മുഴകൾ പോലെ കാണപ്പെടുന്നു. നാലാമത്തേത് വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ക്രമാതീതമായിട്ട് കുറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അഞ്ചാമത്തേത് നൈറ്റ് സ്വെറ്റിംഗ്, രാത്രി കാലങ്ങളിൽ ബോഡി കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്ന, അതായത് വിയർക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആറാമത്തേത് അൺഎക്സ്പ്ലെയിൻഡ് ഫീവർ, അതായത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കൂടിയിട്ട് എപ്പോഴും ഒരു പനി പോലെ അവസ്ഥ ഉണ്ടാകുന്നു. ഏഴാമത്തേത് ഹൈ ബ്ലഡ് പ്രഷർ, നമ്മുടെ BP നോക്കുകയാണെങ്കിൽ BP എപ്പോഴും കൂടുതലായിട്ട് കാണപ്പെടുന്നു. എട്ടാമത്തേത് സ്വെല്ലിംഗ് ഓഫ് യുവർ ആങ്കിൾസ് ആൻഡ് ലെഗ്, അതായത് കാല് ജോയിൻസുകളിലൊക്കെ നീർക്കെട്ട് ഉണ്ടാകുന്നു. ഒമ്പതാമത്തേത് ലോസ് ഓഫ് ആപ്പിറ്റേറ്റ്, അതായത് വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു. പത്താമത്തേത് ലോ RBC കൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൽ RBCയുടെ അളവ് കുറയുന്നു, അതായത് അനീമിക്കായിട്ട് കാണപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കിഡ്നി ക്യാൻസർ സംശയിക്കുന്ന ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രാഥമികമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം. CBC, അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ്, യൂറിനിൽ ആൽബുമിൻ തുടങ്ങിയ ഘടകങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാന്, MRI ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അതിലും കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ബയോപ്സി എടുത്ത് ബയോപ്സി ടെസ്റ്റിങ്ങും നടത്താവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാൻസർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക്സ് രീതികൾ.